പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ചില സമയത്ത് ചില വാർത്തകൾ കേട്ട് ഞെട്ടിത്തിരിഞ്ഞു പോവും. കാരണം ഒത്തിരി പ്രശസ്തിയുടെ കൊടുമുടിയിൽ ജീവിക്കുന്ന സിനിമാ നടന്മാർ, രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രശോഭിച്ചിട്ടുള്ള വ്യക്തികൾ, സമൂഹത്തിൽ ഒരുപാട് സ്ഥാനങ്ങളുള്ള വ്യക്തികൾ, ഇഷ്ടം പോലെ സമ്പത്തുള്ള വ്യക്തികൾ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കേൾക്കുന്നു ഒരു ആത്മഹത്യ ചെയ്തുവെന്ന്. എന്തായിരിക്കാം ഇതിൻ്റെ കാരണം അവർ ജീവിതത്തിൽ സമൂഹത്തിന് തോന്നും അവർക്കെല്ലാം ഉണ്ടെന്ന്. പക്ഷേ എല്ലാം ഉണ്ടെന്നുള്ള തോന്നലിലും അവർ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരിക്കലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നി നമ്മൾ ആത്മഹത്യ ചെയ്യാതെ, ഒറ്റപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ, ആ ഒറ്റപ്പെടുന്നവരുടെ ഒരുപാട് കൂട്ടങ്ങളുണ്ട് ഈ സമൂഹത്തിൽ. നല്ല പുതിയ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തണം, അവരോട് നമ്മൾ ഷെയർ ചെയ്യണം, യാത്രകൾ ചെയ്യണം, ഒഴിവു സമയങ്ങൾ നമ്മൾ വിനോദങ്ങളിൽ ഏർപ്പെടണം. എത്രയോ നമ്മുടെ അടുത്ത് തന്നെ അധികം പൈസ ചിലവില്ലാതെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, പാർക്കുകളുണ്ട്. ഒത്തിരി നമുക്കിഷ്ടപ്പെട്ട നമ്മളുടെ ഗുരുവായൂർ പോലെയുള്ള പുണ്യസങ്കേതങ്ങളൊക്കെ എത്ര ശാന്തത നൽകുന്ന സ്ഥലങ്ങളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് ഡിപ്രഷനിലേക്ക് വഴിമാറാനും നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനും ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെ പ്രേരിപ്പിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് കൗൺസിലിംഗ് ആകാം, ആരോടെങ്കിലും നമ്മുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പല പല മാർഗ്ഗങ്ങൾ അവലംബിച്ചുകൊണ്ട് നമ്മുടെ ഈ സന്തോഷമായ ജീവിതം ദൈവം തന്ന ഒരു സമയം വരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം.